ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷത്തിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്വാഗതം കേട്ടോ. അപ്പോൾ കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് കുറച്ച് നേരം പുസ്തകമൊക്കെ നോക്കി കേട്ടോ. കാരണം എന്താ പറയുക, കഴിഞ്ഞ മാസം എനിക്കൊരു ഡിഗ്രീൻ്റെ പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. PSC വർഷങ്ങളായിട്ട് PSC എക്സാമുകൾ എഴുതുന്നുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിലുള്ള കോച്ചിങ്ങും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടും ഞാൻ എൻ്റേതായ രീതിയിൽ ഇങ്ങനെ പഠിച്ചു പോയി എഴുതുന്നതുകൊണ്ടും ഇതുവരെ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരിതുണ്ട്. ഞാൻ ആദ്യം എഴുതിക്കൊണ്ടിരുന്ന ആ ലെവലിൽ പോലും എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വല്ലാത്തൊരു ഇത് കേട്ടോ. അപ്പം കുറേ ആയിട്ട് ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനോടൊരു വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനത് ചെയ്യാം, എന്താണെങ്കിലും ഇതിലൊരു വിജയം കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആഗ്രഹം പഠനത്തിലും വേണമായിരുന്നു എന്നല്ല, നമ്മളെ സാഹചര്യം കൊണ്ട് ഒരു പക്ഷേ അതങ്ങനെ ആ ഒരു ചിന്ത അങ്ങ് വിട്ടുപോകും കേട്ടോ. ഇതിൽ എത്ര നമ്മൾ കഷ്ടപ്പെട്ടാലും ഇത്തിരി സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് പഠനം ഇങ്ങനെ മാറിപ്പോയി കേട്ടോ. നമ്മൾ ഇതിലും കഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് നേടുന്നവരുണ്ട്. പക്ഷേ പഠിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു, നമ്മളെ സാഹചര്യങ്ങൾ മാറി കഴിഞ്ഞപ്പം നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ. പഠനത്തിൻ്റെ കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല, പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പഠിക്കുന്നതിനോ പരീക്ഷ എഴുതാൻ പോകുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സമൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ പഠിക്കുവാണ്, അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പം എന്താ പറയുക, അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ അതിന് ശേഷം നമുക്ക് പഠിക്കുക എന്നുള്ളൊരിതാകുമ്പോഴേ പലപ്പോഴും നമുക്കതൊരു എന്നെ സംബന്ധിച്ച് എനിക്കത് എന്താ പറയുക, പല സന്ദർഭങ്ങളിൽ അത് മുടങ്ങിപ്പോയി. അങ്ങനെ വന്നപ്പോൾ ഞാൻ തീർത്തും ഇങ്ങനെ വീടും എന്താ പറയുക അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് മാറിയിട്ടോ. പിന്നെ ഇപ്പോൾ 2 വർഷമായിട്ട് ഇപ്പോൾ എന്താ പറയുക, ജോലിക്ക് അങ്ങനെയല്ല, ഞാൻ പഠിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകുന്നില്ലല്ലോ. അപ്പം അതിൽ നിന്ന് ടച്ച് വിട്ടുപോയി എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ കുറച്ചായി ഞാനിങ്ങനെ വിചാരിക്കുന്നു, ഈശ്വരാ വീണ്ടും ഒന്ന് തുടങ്ങണമല്ലോ എന്നേ. അപ്പോൾ എന്താണെങ്കിലും വേണ്ടിയില്ല, ശ്രമിച്ച് നോക്കാം. ഇത്രയും നാളും എൻ്റെ കൂടെ എന്നെ കാണുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, രമ്യേ നീ എന്ത് പറ്റി, അതെന്താ തുടർന്ന് ചെയ്യാഞ്ഞത്, നീ എന്തേ ഇങ്ങനെ അല്ല വിചാരിച്ചതെന്ന് കാണുന്ന കൂട്ടുകാരൊക്കെ പറയും കേട്ടോ, നമ്മളെ അറിയുന്നവരെ. അയ്യോ നീ ഇത്രയും പഠിച്ചിട്ട് നീ എന്തുകൊണ്ട് ജോലിക്ക് നോക്കിയില്ല, അതിന് വേണ്ട കാര്യങ്ങൾ എന്താ തുടർന്ന് ചെയ്യാതിരുന്നത്, തുടർന്ന് എക്സാമുകൾ എഴുതാതിരുന്നത് എന്താ. അപ്പം ആ ചോദ്യങ്ങൾക്ക് ഇനി അധികം കാലം ഇല്ല, അതായത് ഇനി അധികം നമുക്ക് ഏജ് ഓവർ ആവാനായി. നമ്മളെ എക്സാമൊക്കെ എഴുതണമെങ്കിൽ ഇനി 4-5 വർഷം കൂടി നമുക്ക് എഴുതാനുള്ള ഇതുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്താണെങ്കിലും ഒന്നുകൂടെ ശ്രമിക്കാം. എന്നാൽ പിന്നെ മനസ്സിന് നമുക്കൊന്ന് സമാധാനിക്കാമല്ലോ, ഞാൻ കുറച്ചെങ്കിലും ശ്രമിച്ചിട്ടാണ് കിട്ടാതിരുന്നതെന്ന് സമാധാനിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കുറച്ച് ദിവസമല്ല, ഇത് എന്നും തന്നെ ഉള്ളതാണ്. കുറേശ്ശെയൊക്കെ ഒരു ക്ലാസ് കേൾക്കും, കുറേശ്ശെയൊക്കെ ചെയ്യും. പക്ഷേ കൃത്യമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും ചപ്പാത്തിയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കുടു എഴുന്നേൽക്കുന്നത്. കുടുവിന് ഞാൻ പഴം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മുട്ടയും കൊടുത്തു. അപ്പോൾ ഈ പ്ലാവിൻ്റെ മരം ഇങ്ങോട്ട് വീണതിന് ശേഷം അത് നന്നാക്കണമെന്ന് കുറേ ആയി, അത് വെട്ടി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ കത്തി എടുത്ത് വെച്ചിട്ടാണ് അടുക്കളയിൽ എന്തോ പണിയെടുക്കാൻ പോയത്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ഇന്നലെ അത് വെട്ടിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അച്ഛൻ വണ്ടി കഴുകുമ്പം ആദ്യക്കുട്ടനും കുടുവൊക്കെ കൂടെ നടന്ന് വണ്ടി കഴുകലും ഒക്കെയാണ്. പോടാവുന്നതിൻ്റെ മേത്താക്കല്ലേ, ചെക്കന് മേത്ത് വെള്ളമാക്കല്ലേ. അവിടെ അടിയായിട്ടോ. ഓടിക്കും.
അച്ഛൻ കുടുങ്ങി. കുടു ഇപ്പുറത്ത് കൂടെ ആദ്യക്കൂട്ടെ അപ്പുറത്ത് കൂടെ. അടിക്കൂല, ആദ്യം ആക്കിക്കോന്ന് ആദ്യം. ഓടിക്കോ. എന്നിട്ട് ആദ്യം തന്നെ ഈ കുടു അവിടെ ഇരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ കുടുവിൻ്റെ കാലയിൽ ഈ പത കൊണ്ടുവന്ന് വാരി തേച്ചു കേട്ടോ. അത് തേച്ച് കഴിഞ്ഞപ്പോഴാണ് കുടു വഴക്ക് തുടങ്ങിയത്. അപ്പോൾ കുടുവിന് എന്താണെങ്കിലും അത് അതേപോലെ തിരിച്ച് അച്ഛൻ്റെ മേത്ത് തേക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യമേയും കൂട്ടുപിടിച്ച് രണ്ടാളും കൂടെ ചെയ്യാൻ പുറകെ നടക്കണത്. അവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നോക്കി കേട്ടോ. പിന്നെ ഞാൻ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരാൻ മുറ്റം അടിച്ച് വാരിയിട്ട് 2-3 ദിവസമായിട്ട്. അപ്പം മുഴുവനൊന്ന് അടിച്ച് വാരി. പിന്നെ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പെറുക്കി മാറ്റാനുണ്ട്. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഇങ്ങനെ ഒരു വീട് എന്നുള്ളൊരു ഇതുണ്ട് നമ്മളെ വയനാട്ടിലേക്ക്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് നമുക്കും. അപ്പം ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെയുണ്ട് കുറേ സാധനങ്ങൾ. അപ്പം അതൊരു ചലഞ്ചായിട്ട് അവരെടുത്തേക്കാണ്. അപ്പോൾ അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട് നിർമ്മാണത്തിലേക്ക് സഹായിക്കുക എന്നുള്ള രീതിയിലാണ് അവരുദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കി കൂട്ടി വെച്ച് ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ചാക്കിലാക്കി വെച്ചിട്ടില്ല, ഞാൻ പെറുക്കിയിട്ട് കുറേ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി അലക്കാനുള്ള ഒരു ട്രിപ്പ് രാവിലത്തേത് കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കിയുള്ളത് തോട്ട് പോവാം. അപ്പോൾ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടെന്ന് ഓർത്തിട്ട് തോട്ടിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അടിച്ച് വാരി വരുമ്പോഴാണ് ഇങ്ങനെ പുല്ല് ബാക്ക് സൈഡ് എപ്പോഴും പുല്ല് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പുല്ലിങ്ങനെ പൊന്തിയത് എപ്പോഴും കാണുമ്പോൾ ഞാൻ അമ്മേനെ ഓർക്കുക. അമ്മ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ, പുല്ല് പറിക്കുമ്പോൾ മുറ്റമടിക്കുമ്പോൾ എപ്പോഴും പുല്ല് കണ്ടാൽ അത് നുള്ളിയിട്ട് വേണം മുറ്റമടിക്കാമെന്ന്. അമ്മ അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോഴും 10-60 വയസ്സ് കഴിഞ്ഞെങ്കിലും അമ്മ ചെറുപ്പത്തിൽ അമ്മ ചെയ്യുന്നത് കണ്ട് തന്നെയാണ് കേട്ടോ അമ്മ അത്രയും വൃത്തിയായിട്ട് വീട് കൊണ്ട് നടക്കും. എൻ്റെ വീടൊക്കെ ചെറുപ്പത്തിൽ ചാണം മെഴുകുന്ന വീടായിരുന്നു കേട്ടോ. ഞാനൊക്കെ കല്യാണം വരെ ഞങ്ങളുടെ വീട് അങ്ങനെ തന്നെയായിരുന്നു. കല്യാണത്തിനോട് അടുത്താണ് ഞങ്ങളിങ്ങനെ കാവി സിമെൻ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ചാണം മെഴുകുന്ന വീടായിരുന്നു. ചാണം മെഴുകാനും എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ. 7-ാം ക്ലാസ് 8-ാം ക്ലാസ് മുതൽ തന്നെ നമ്മളതെല്ലാ പണികളും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ പഠിപ്പിച്ചത് കൊണ്ടാവാം ഇങ്ങനെ ഇത്തിരി കാണുമ്പോഴത്തേക്കും വിമ്മിഷ്ടമാണ്. നമുക്കൊരു അസ്വസ്ഥതയാണ് വൃത്തിയാക്കിയില്ലല്ലോ ആക്കിയില്ലല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചാലും അത് വൃത്തിയായിട്ട് തോന്നുമില്ല കേട്ടോ. എന്നാലും എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും മിക്കവാറും ഇതുപോലെ അവിടെ ഇവിടെ ഒന്ന് പുല്ല് പറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അങ്ങനെ അത് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദ്യക്കൂട്ടിന് തേങ്ങ കണ്ടത്. അപ്പോൾ അമ്മ ഇതാ ഷെഡിൻ്റെ മുകളിൽ തേങ്ങ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളത് ഒരു വിധത്തിലൊക്കെ തോണ്ടിയിട്ട് കിട്ടിയില്ല. പിന്നെ അത് കുത്തി ചാടിച്ച് താഴെ ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ തട്ടിയിട്ടു കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, ചുറ്റിനും വൃത്തിയാക്കലെല്ലാം പിന്നെ ബാക്കിയുള്ള തുണികളെല്ലാം കൊണ്ട് തോട്ട് പോയത്. അതിനിടയ്ക്ക് തന്നെ എന്നിട്ട് അങ്ങാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെ ആയിട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ സൺഡേയും പണി ഉണ്ടാവും. ഈ സൺഡേ പിന്നെ പണിയില്ലായിരുന്നു, ലീവായിരുന്നു. പക്ഷേ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ആദ്യക്കുട്ടനും കൂടും. മോനൂസില്ലാത്തതിൻ്റെ ഒരു കുറവ് ഭയങ്കരമാണ് കേട്ടോ. എന്തോരോ ഒരു ശൂന്യത പോലെ തോന്നും കേട്ടോ. കാര്യം അവനധികം സംസാരിക്കുകയൊന്നുമില്ലെങ്കിലും ഞാനിങ്ങനെ പുറകെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ വീട്ടിലാണുള്ളത്. അത് ശരി, തല ഇറങ്ങിയിട്ട് ഇരുന്നു അവിടെ. എടാ വീട് 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 എടാ വീട്. അങ്ങനെ പിന്നെ മുറമൊക്കെ കൊണ്ടുപോയി മുറം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴുകലും പിന്നെ അലക്കലും എല്ലാം തോട്ടിൽ നിന്ന് വേഗം ചെയ്ത് തീർത്താൽ പെട്ടെന്ന് കഴിയുമല്ലോ. തോട്ടിൽ നിന്നാകുമ്പോൾ വെള്ളം പിടിച്ച് വെക്കുകയൊന്നും വേണ്ടല്ലോ, എളുപ്പമാണ് തോട്ടിൽ നിന്നുള്ള അലക്ക് കേട്ടോ. പക്ഷേ മഴക്കാലത്ത് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ അലക്കാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് ഇവിടെ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇപ്പം കണ്ടില്ല, ഇപ്പം തന്നെ വെള്ളം കുറഞ്ഞു. മഴ നല്ലപോലെ പെയ്യുമ്പോൾ മാത്രമേ വെള്ളമുള്ളൂ. ഒരാഴ്ച മഴ 3 ദിവസം മഴ പെയ്തില്ലേ തോട്ടിൽ വെള്ളം കുറഞ്ഞു കേട്ടോ, പറ്റി അങ്ങ് കുറയും. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചോറ് വെച്ചിട്ടില്ല കേട്ടോ. സമയം 12:30 ആയി കാണും അലക്കാൻ തോട്ടിലെത്തിയപ്പോഴത്തേക്ക്. പിന്നെ അലക്കെല്ലാം കഴിഞ്ഞ് കയറി വന്നിട്ടാണ് ചോറ് വെച്ചത്. പിന്നെ കാര്യമായിട്ട് നല്ല സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കാബേജ് തോരനായിരുന്നു കേട്ടോ. അതുവരെ ഈ അലക്കും കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാൻ പെരക്കകത്ത് കയറിയപ്പോഴാണ് എന്നിട്ട് ഇറച്ചിയും കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ സമയം എനിക്ക് തോന്നുന്നൊരു 3-3:30 കഴിഞ്ഞ് കാണേ കൊണ്ടുവന്നപ്പോഴേ. അങ്ങനെ മുറവും പാത്രമൊക്കെ താഴേന്ന് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറാണ് കേട്ടോ.
എല്ലാം കഴിഞ്ഞ് തോട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ വിശന്നിട്ട് വിറയ്ക്കാൻ തുടങ്ങിയായിരുന്നേ. എന്താണേലും വേണ്ടിയിട്ട് ഞങ്ങൾ പിടിച്ച് നിന്നു. പിന്നെ വേഗം ക്യാബേജ് തോരനൊക്കെ വെച്ച് ഞാനും കുടു ആദിക്കുട്ടനും കൂടെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. കുടുവിന് ചോറ് കൊടുത്തു, ആദിക്ക് ചോറ് കൊടുത്തു, ഞങ്ങൾ മൂന്നാളും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞ് ഇന്ന് ഞാൻ ഓർക്ക് ഉച്ചയ്ക്ക് എന്നാൽ കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ നടക്കൂല കേട്ടോ. അപ്പം എന്തായാലും ഇവർ കുടു എന്തായാലും പുറകെ നമ്മൾ വിചാരിച്ച പോലെ അവർ നിൽക്കില്ല. അപ്പം പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അവിടെ കിടക്കട്ടെ. എന്നിട്ട് പിന്നെ അപ്പോഴത്തേക്കും മഴക്കാറ് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ഇപ്പം പെയ്യുന്നുള്ള അവസ്ഥയിലാണ്. അപ്പം നോക്കി ഇരുന്ന് തിന്നാലോ എന്നും പറഞ്ഞാണ് തിന്നയിൽ വന്നിരുന്നത്. ഈ ആദ്യക്കൂട്ടൻ്റെ പണിയാണ് കേട്ടോ ഫോൺ ഇങ്ങനെ പിടിച്ചത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, എടാ ചിരിച്ച് പിടിക്കടാന്ന്. പക്ഷെ അവൻ ഇങ്ങനെ കുത്തനെ പിടിച്ചു ഫോണ്. അതുകൊണ്ടാണ് ഇങ്ങനെയായി പോയത് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ കുടു ഇതാ ചോറ് വാങ്ങും, ഒരു ഉരുള ചോറ് വാങ്ങും, എന്നിട്ട് ഇവിടെ വന്നിരിക്കും. അങ്ങനെ കുടു അങ്ങനെ കളിച്ച് ഏതാണ്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായാലും വേണ്ടില്ല എങ്ങനെയൊക്കെയോ കുറച്ച് ചോറുണ്ട് കേട്ടോ. ആദ്യക്കൂട്ടിന് പിന്നെ ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സുപ്ര ചേച്ചിയും പിന്നെ നമ്മൾ ട്രിപ്പിൾസ് വ്ലോഗും എല്ലാവരും ഓരോരോ ടിപ്പുകൾ ചെയ്യുന്നത് ഇങ്ങനെ നിരന്തരമായി കാണുന്നുണ്ട്. സുപ്ര ചേച്ചി, ഞാൻ ഇതെല്ലാം കൂടെ കണ്ട് ഇപ്പോൾ ഏത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ തലമുടിയാണെങ്കിൽ പൊഴിഞ്ഞ് സത്യം പറയാലോ നല്ല അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ മുന്നോട്ട് ഇടാനുമില്ല ബേക്കോട്ട് ഇടാനുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് നീളം വെക്കണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഉള്ളത് ഇങ്ങനെ പൊഴിഞ്ഞു പോകാതെ ഉള്ളുണ്ടായാൽ മതി എന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവരൊക്കെ ചെയ്യുന്നത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്കൊരു സമയം വേണ്ടേ. നേരം വെളുക്കുമ്പം നമുക്ക് മക്കളെ 3 കാര്യം കഴിഞ്ഞ് പിന്നെ പണിക്ക് പോലും വന്നിട്ട് പിന്നെ പറ്റൂല, അലർജിയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, ലേശം കഞ്ഞിവെള്ളമൊക്കെ തലയിൽ തേച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ എവിടുന്ന സമയം എനിക്ക് തന്നെ അറിയില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞിവെള്ളം തേച്ചു. അതിൻ്റെ ഇടയിൽ ഒരാഴ്ചയിൽ മേലെ വണ്ടി ഒന്ന് കഴുകി അപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ. ആ മഴ തോളുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഒരുവിധം ഉണങ്ങിയ തുണികളായതുകൊണ്ട് വേഗം അതെല്ലാം എടുത്തു വെച്ചു. എല്ലാം ചുറ്റിനും ചുറ്റും നടക്കണമല്ലോ നമ്മൾ. മഴ തൂളാൻ തുടങ്ങിയാൽ മഴ തൂളുക എന്നൊക്കെ പറയുമെന്നാവോ, ഞാനങ്ങനെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ മഴ പെയ്യുന്നത് കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും വീടിന് ചുറ്റും ഓട്ടം തുടങ്ങും. പിന്നെ എല്ലാം പെറുക്കി കൂട്ടി എല്ലാം അകത്ത് കൊണ്ടുപോയി വെച്ചു. ഒരുവിധം ഉണങ്ങിയത് ഒക്കെ ഷെഡിലേക്ക് ഇട്ടു. നല്ലപോലെ ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ച് പിന്നെ വണ്ടി കഴുകിയെടുത്ത് തന്നെയായിരുന്നു. പിന്നെ വീണ്ടും ചളിയാവണ്ടെന്ന് ഓർത്ത് അതും എടുത്ത് ഷെഡിലേക്ക് കയറ്റി. മൊത്തം ഷെഡാണല്ലോ, ചുറ്റിനും ഷെഡാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരൊക്കെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇവിടുത്തെ കുറച്ച് കൂട്ടുകാരുണ്ട്, അവരൊക്കെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം തോന്നി. എന്താ തോട്ടിൽ നിന്ന് കിട്ടിയതോ? ഇതെന്താ അത്? ഒരു പാവക്കുട്ടിയോ? ഒരു കയ്യിൽ കുഞ്ഞു പാവ കിടക്കുന്നേ. അയ്യടാ, ആദ്യക്കുട്ടിന് കിട്ടിയതാ? ആ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് 3:30 കഴിഞ്ഞപ്പോൾ ഉന്നര ഇറച്ചിയും കൊണ്ട് വന്നിട്ട് കേട്ടോ. പിന്നെ ഞാനത് വേഗം കറിയാക്കി. കാരണം 4 മണി 4:30 ആകുമ്പോഴത്തെ അയൽക്കൂട്ടത്തിന് പോകണം. അപ്പം പെട്ടെന്ന് അത് കറിയാക്കി വെക്കാമെന്ന് ഓർത്തു. അതിനിടയ്ക്ക് ആദ്യക്കുട്ടന് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ചോറൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വൈകുന്നേരം ഉന്നരയ്ക്ക് പിന്നെ ഭയങ്കര ഛർദിയായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഛർദിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒന്നിനും തോന്നിയില്ലേ. അതിന് ആദ്യക്കുട്ടന് കുറേ എഴുതാനുണ്ടായിരുന്നു. അത് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാനും കുറച്ച് നേരമൊക്കെ പിന്നെ ഫോണിൽ നെറ്റ് തീർന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഓർത്താൽ അതിൽ നെറ്റില്ലായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് എന്തോ ഒരു തൃപ്തി കുറവുണ്ട് കേട്ടോ. എനിക്ക് എന്തോന്നറിയില്ല, ഒന്നും ഒരു ഓർഡർ ഇല്ലാത്ത പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി സ്നേഹമുള്ള ഒത്തിരി കൂട്ടുകാരുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മാത്രമാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഒരു എക്സാം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് എനിക്ക് വീഡിയോ കയറി കാണാൻ പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.